നമുക്കിന്നൊരു അടിപൊളി നാടൻ ഉണക്കമീൻ കറി ആയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ ഉണക്ക മത്തിയാണ്. നമ്മൾ ഈ മത്തി ചേമ്പിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ മത്തിയെല്ലാം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചേമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേമ്പ് ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ വേണം ചേമ്പ് കട്ട് ചെയ്ത് എടുക്കാൻ. പിന്നെ ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമ്മളൊരു ജാറിലേക്കിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചിലർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇവിടെ മല്ലിപ്പൊടിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയേണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചട്ടി വയ്ക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ ജാറ് കഴുകി അതിലുള്ള ഫുള്ള് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അങ്ങനെ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം, കാരണം നമുക്ക് ഈ ചേമ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു. അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ഇടുമ്പോൾ കറിക്ക് നമുക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കൊടംപുളിയാണ്. ഞാനൊരു 3 കഷ്ണം കൊടംപുളിയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ വേണം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി വെക്കണം. ഇത് നമ്മൾ നല്ലതുപോലെ മിക്സാക്കി നേരെ കൊണ്ട് അടുപ്പിലേക്ക് കൊണ്ട് വെക്കുക. നമ്മളങ്ങനെ ഇതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് അടുപ്പിലേക്കാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. എല്ലാം കൂടി ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല. ഉപ്പ് ഞാൻ തിളച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. കാരണം ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ നിന്ന് ഉപ്പ് ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിളച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മീനും നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ കറിയൊക്കെ അടുപ്പേ വെച്ചു. തിളയൊക്കെ വരാനായിട്ട് തുടങ്ങി. ഈ സമയത്താണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മീനൊക്കെ ചേർത്തു. ഇനി നമുക്ക് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടി വിടാം. തിളച്ച് നല്ല കുറുകി ചേമ്പെല്ലാം വെന്ത് വന്നാലാണ് നമ്മുടെ കറി സെറ്റാവുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നു. ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിടരുത്, കുറച്ച് ഉപ്പ് മാത്രം ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മളിത് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ചേമ്പൊക്കെ വെന്ത് കറിയൊക്കെ നല്ല കുറുകി വന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ആവുന്നത്. ഇപ്പം എന്താ കറിയെല്ലാം നല്ല തിളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അവസാന ഭാഗമായി. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പം എന്താ നമ്മുടെ കറിയെല്ലാം കുറുകി നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്.